റഷ്യൻ യുദ്ധമേഖലയിലേക്കുള്ള മനുഷ്യക്കടത്തിൽ CBI എടുത്ത കേസിൽ 3 മലയാളികളും പ്രതികൾ. തിരുവനന്തപുരം സ്വദേശികളായ ടോമി, റോബോ, ജോബ് എന്നിവരാണ് പ്രതികൾ. കേസിലാകെ 19 പേരെ പ്രതി ചേർത്തു. ഡൽഹി, തിരുവനന്തപുരം, മുംബൈ എന്നിവിടങ്ങളിലായി 13 സ്ഥലങ്ങളിൽ CBI ഒരേ സമയം പരിശോധന നടത്തി. 35 പേരെ സംഘം വിദേശത്തേക്ക് അയച്ചതായി CBI കണ്ടെത്തിയിട്ടുണ്ട്. അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഈ 3 മലയാളികൾ അവരെങ്ങനെ കേസിൽപ്പെട്ട് കിടക്കുന്നു? രാജ്യവ്യാപകമായ കണ്ണികളാണോ? ഇവരെ ഏതെങ്കിലും റിക്രൂട്ടിംഗ് ഏജൻസികൾ നടത്തുന്നവരാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഈ അടുത്തിടെ യുക്രൈനിലും റഷ്യയിലുമായി കൊല്ലപ്പെട്ട മലയാളികളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇവിടേക്ക് എത്തിയത് എന്നുള്ള വിവരം CBIക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഇതിൽ മറ്റ് പരിശോധനകൾ നടത്തിയപ്പോഴാണ്, അതായത് പ്രധാനമായും ഡൽഹി, തിരുവനന്തപുരം, മുംബൈ, അംബാല, ചണ്ഡീഗഡ്, മധുരൈ, ചെന്നൈ എന്നിവിടങ്ങളിലായി CBI നടത്തിയ പരിശോധനയിലാണ് മലയാളികൾ കൂടി ഉൾപ്പെട്ട ഈ ശൃംഖലയെ കുറിച്ചുള്ള വിവരം CBIക്ക് ലഭിക്കുന്നത്. എന്തായാലും കേസിൽ പ്രതികളായിട്ടുള്ള 3 മലയാളികളുമുണ്ട്. തിരുവനന്തപുരം സ്വദേശികളായ ടോമി, റോബോ, ജോബ് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ഇവർ കൂടാതെ 19 പേരെ കൂടി CBI പ്രതി ചേർത്തിട്ടുണ്ട്. ഈ വിവരം എന്നുള്ളത് ഈ രാജ്യവ്യാപകമായി ഇത്തരം ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജോലി വാഗ്ദാനം നൽകി ഇവരെ റിക്രൂട്ട് ചെയ്യുകയും ഇത്തരത്തിൽ യുദ്ധമേഖലകളിൽ എത്തിച്ച് അവിടെ വിന്യസിക്കുകയുമാണ് ചെയ്തതെന്നാണ് കണ്ടെത്തിയത്. അതായത് കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടന്നത്. എന്തായാലും ഇതിലിപ്പോൾ ശരി, റഷ്യയിൽ സെക്യൂരിറ്റി ജോലി അടക്കം വാഗ്ദാനം ചെയ്ത് റഷ്യയിൽ എത്തിച്ച് അവിടെ നിന്ന് യുക്രൈനിലെ യുദ്ധഭൂമിയിൽ ഇവരെ വിന്യസിക്കുകയായിരുന്നു ഇത്തരത്തിൽ റിക്രൂട്ടിംഗ് ഏജൻസികൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികൾ നടത്തിയിരുന്നത്. യുവാക്കളുടെ സ്വപ്നത്തെയും ജീവനെയും ഇല്ലാതാക്കിയ മഹാപ്രതികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.